നിങ്ങളിപ്പോൾ കാണുന്നത് തമിഴ്നാട്ടിൽ നിന്ന് മീൻ പിടിക്കാൻ വേണ്ടി ലക്ഷദ്വീപിലേക്ക് വന്ന പെർമിഷനില്ലാത്ത ബോട്ടിനെ പിടിച്ചതാണ്. ഇവിടെയുള്ള മീൻ പിടിക്കുന്ന ഒരു ഏരിയയിലുള്ള ഫ്ലോട്ടുണ്ട്. അതിലവർ വില കുടുങ്ങിയപ്പോൾ അവർ ഫ്ലോട്ടടക്കം പിടിച്ചു. അങ്ങനെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് പണിഷ്മെൻറ്റ് കൊടുത്തതാണ്. അവർ മീൻ മൊത്തം ഇറക്കിയിട്ട് ലക്ഷദ്വീപുകാർക്ക് കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് മീൻ വാങ്ങാൻ വന്നത്. പെർമിഷൻ ഇല്ലാതെ ദ്വീപിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിടി കിട്ടിയാൽ പിന്നെ അവരെ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അവരെ മാത്രം പറഞ്ഞു ഇതാണ് ഇവിടുത്തെ പതിവ്. ഇഷ്ടംപോലെ മീനുണ്ട്. ഓലമീനുണ്ട്, ദ്വീപുകാരുണ്ട്, കുതിര മീൻ വരാറുണ്ട്. സൈസ് മീനാണ്. ഇഷ്ടംപോലെ മീനടിച്ചു. സ്രാവുണ്ട്, ഫീലുണ്ട്, ബ്ലാക്ക് മർലുണ്ട്. അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് കയറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. തേനും വിളിക്കാൻ വന്നവരും കാണാൻ വന്നവരായിട്ടുള്ള നാട്ടുകാരാണ്. എല്ലാ മീനിനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചത് കവരത്തി ദ്വീപിലാണ്. എന്നിട്ട് ഇറക്കുന്ന കാഴ്ചകൾ കാണുന്നത് നിങ്ങളെ കണ്ട ഇറക്കിട്ട് ഇഷ്ടംപോലെ മീനുണ്ട്. ചൂരൻ്റെയൊക്കെ വലിപ്പം കണ്ട. ഇതാണ് നമ്മുടെ ദ്വീപിൽ മാസം ഉണ്ടാക്കുന്ന ചൂര. പക്ഷേ നല്ല സൈസ് സാധനമാണ് കാണുന്നത്. കയറ് കെട്ടി വലിച്ചു നോക്കണതാണ്. ഭയങ്കര സൈസ് സാധനമാണ്. എന്തായാലും പെർമിഷൻ ഇല്ലാതെ വന്നവർക്ക് നല്ല പണി കിട്ടി. കിട്ടിയ മീനൊക്കെ ദ്വീപിൽ ഇറക്കണം. ഇത് കാണുന്നവരിൽ ആരെങ്കിലും ഫിഷർമാന്മാരുണ്ടെങ്കിൽ, ദ്വീപുകാരില്ലാത്ത ഫിഷർമാന്മാരുണ്ടെങ്കിൽ, കേരളത്തിലോ തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ദയവേത് പെർമിഷൻ ഇല്ലാത്ത ദ്വീപിൻ്റെ ഭാഗത്തേക്ക് വരാൻ നിൽക്കില്ല കേട്ടോ. പണി കിട്ടും. ദ്വീപ് അല്ലെങ്കിൽ ദ്വീപിലെ ബോട്ടുകാരനെ കണ്ടു കഴിഞ്ഞാൽ നല്ല മുട്ടം പണി. കിട്ടിയ മീനൊക്കെ ഇങ്ങനെ വിട്ടു പോകേണ്ടി വരും. വെറുതെ നമ്മുടെ ഡീസലിൽ എത്തിച്ചു റിസ്ക് എടുത്തിട്ട് വെറുതെ കാര്യമില്ല. വരാൻ ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് പെർമിഷൻ കിട്ടും. കൊച്ചിയിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ തരും. പക്ഷെ മീൻ പിടിക്കാൻ പറ്റില്ല. മീൻ വന്നിട്ട് കളക്ട് ചെയ്ത് പോവാം. പിടിക്കുന്ന മീനുകളൊക്കെ ചെറിയ ബോട്ടിൽ പിടിക്കുന്നത് കളക്ട് ചെയ്ത് ഇവിടെ നിന്ന് തിരിച്ചു പോവാം. മീനിൻ്റെ സൈസൊക്കെ ഈ ഒരു മീൻ 200 കിലോ നടത്തുന്നുണ്ട്. എന്താണ് സൈസാണ് മീനൊക്കെ. ഓഹരി വെച്ചോ ഇത് പോയോളാ ഇത്